അത്രയുമധികം ആളുകൾ എത്തി എന്നുള്ളതാണ്. അത് നേരത്തെ മുൻകൂട്ടി കാണേണ്ട ബാധ്യത സർക്കാരുണ്ടായിരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ നമുക്കറിയാം ദൃശ്യങ്ങൾ പുറത്തു വന്നത്, അതായത് ഈ ദുരന്തം നടന്നതിന് ശേഷവും ആഘോഷ പരിപാടികൾ തുടരുകയാണ്. അത് വളരെ കൃത്യമായി തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാരണം വിരാട് കോഹ്ലിക്ക് ആ ട്രോഫി വീണ്ടും കാട്ടുമ്പോൾ ഒപ്പം നിൽക്കുന്നത് DK ശിവകുമാറാണ്. ഇത്ര ബോധമില്ലാത്തവരാണോ നമ്മുടെ ഭരണാധികാരികൾ? 11 പേർ കൊല്ലപ്പെടുന്നു, സാധാരണക്കാരാണ്, ക്രിക്കറ്റ് പ്രേമികളാണ്, തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാൻ അവിടെ എത്തിയ ആളുകളാണ്. അവരെ നിയന്ത്രിക്കുക, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുക, ഇത്രയധികം ആളുകൾ വരുമെന്നുള്ളതൊക്കെ അതില്ലാത്തവരാണോ ഈ ഭരണാധികാരികളും ചോദിച്ചു പോകേണ്ടി വരുന്നത് പലപ്പോഴും? ശ്രീ രഞ്ജിത്ത്, മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയിൽ പെടാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ 11 പേരുടെ മരണത്തിൽ കലാശിച്ച സ്റ്റാമ്പീഡ്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണല്ലോ സ്റ്റാമ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അത്യാഹിതം. അപ്പം അത്യാഹിതം നടന്നു എന്ന വിവരം ലഭിച്ചതിന് ശേഷവും സ്റ്റേഡിയത്തിനുള്ളിൽ ആഘോഷം തുടരുകയും ഈ ഹ്രസ്വമെങ്കിലും വിരാട് കോഹ്ലിക്കും സംഘത്തിനും ആ ആഘോഷത്തിൽ പങ്കെടുത്ത് കപ്പുയർത്താൻ സാധിക്കുകയും ചെയ്തത് മുൻകൂട്ടി എഴുതപ്പെട്ട തിരക്കഥ ആടിത്തീർക്കുന്ന യാന്ത്രികമായിട്ടെങ്കിലും ആടിത്തീർക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇതിൻ്റെ സ്പോൺസേഴ്സ് ആര്, ഇതിന് നേട്ടം കൊയ്യുന്നതാര്, ഇത് വലിയ ചർച്ചാ വിഷയമാകുന്നത് ഒരുപക്ഷെ ആ പശ്ചാത്തലത്തിലായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, DK ശിവകുമാർ വിമാനത്താവളത്തിലെത്തി ഈ ടീമിനെ സ്വീകരിക്കുന്ന ഉച്ചയ്ക്ക് ശേഷം RCB ടീം ബാംഗ്ലൂരിൽ വന്നിറങ്ങുകയും വിമാനത്താവളത്തിൽ നിന്ന് അവരെ ആനയിച്ച് ആ റോഡ് മാർഗം മുഴുവൻ തന്നെ ശക്തമായ പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ ചിന്നസ്വാമി സ്റ്റേഡിയമാണ് അതിൻ്റെ കൾമിനേഷൻ പോയിന്റ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40,000-ൽ താഴെ മാത്രം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയം, അവിടെയാണല്ലോ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ആസ്ഥാനം. ഇപ്പോൾ ഈ IPL ഫ്രാഞ്ചൈസിയുടെ എല്ലാ കളികളും പകുതി കളികളും നടക്കേണ്ട ഹോം മാച്ചസ് നടക്കേണ്ട സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചും അവിടെ താങ്ങാവുന്ന എത്ര പേരാണ് എന്നതിനെക്കുറിച്ചും വ്യക്തമായ സുരക്ഷാ റിപ്പോർട്ടുകൾ മുൻകൂട്ടി സർക്കാർ ലഭിച്ചില്ല എങ്കിൽ ഇത് സർക്കാർ ഇൻവോൾവ് ആയ ഒരു പ്രോഗ്രാമാണെന്ന് ഓർക്കണം. ഇവിടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ മാത്രമല്ല, ഗവൺമെൻറ് ഉൾപ്പെടെ ഇൻവോൾവ് ആയ ഒരു പ്രോഗ്രാമിൽ എന്തുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുത്തില്ല? ഒരു ആർഗ്യുമെൻ്റ് പറയാവുന്നത്, ഇത് ബാംഗ്ലൂർ വിജയിക്കുമെന്ന് അറിയില്ലായിരുന്നല്ലോ. ഇല്ല, അറിയാമായിരുന്നു. 2 ദിവസം മുൻപ് തന്നെ ഒരുപക്ഷെ ഈ ഫൈനലിൽ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിൻ്റെ സാന്നിധ്യമുണ്ട്. പഞ്ചാബ് ടീമും ബാംഗ്ലൂർ ടീമും മത്സരിക്കുന്നു, അതിലൊരു ടീം വിജയിക്കണമല്ലോ. വിജയിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പഞ്ചാബിൽ ആഘോഷം നടക്കും, അല്ല എങ്കിൽ കർണാടകത്തിൽ ആഘോഷം നടക്കും. ഇത് മുൻകൂട്ടി അറിയണമല്ലോ, 2 ഗവൺമെൻറ്റുകൾക്കും മുൻകൂട്ടി അറിയണമല്ലോ. ഇനിയിപ്പോൾ ഫ്രാഞ്ചൈസിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഗവൺമെൻറ് ഓഫ് കർണാടക എടുത്ത സുരക്ഷാ പ്രിക്കോഷൻസിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ ആക്ഷേപം. അതുമാത്രമല്ല, ചില നിർണായക ഘട്ടങ്ങളിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. ഒരു അത്യാഹിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നിർത്തിവെക്കാനും അല്ലെങ്കിൽ ആ മരിച്ചവരോടുള്ള ഒരു കരുണ കാട്ടുകയും ചെയ്യേണ്ട ഒരു ചുമതലയുണ്ട്. അത് സിംബോളിക്കായി. അപ്പം ആ ചടങ്ങുകൾ എന്തിന് തുടർന്നു എന്നത്, 32,000 ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഇത്രയധികം ആളുകൾ വന്നു ചേരുമ്പോൾ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അത്രയുമധികം ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ടേക്ക് ഒരു സാമാന്യ ബോധമുണ്ടെങ്കിൽ താരങ്ങളൊന്നും എത്തരുത് എന്ന് പറയേണ്ട ഒരു ബാധ്യതയൊക്കെ ഉണ്ട്. അതൊന്നും സംഭവിച്ചില്ല. എന്തും വന്നോട്ടെ, താരങ്ങൾ ആഘോഷം നടക്കട്ടെ എന്ന് മനോഭാവമുള്ളവരാണ് ഈ പ്രശ്നം. അപ്പോൾ ഇത് 4 ഇടങ്ങളിലാണ് ഈ ഒരുക്കങ്ങൾ വേണ്ടത്. 1 വിമാനത്താവളം, 2 വിമാനത്താവളത്തിൽ നിന്നും ഈ വിധാൻ സൗധയിലേക്കുള്ള വഴി, പിന്നീട് വിധാൻ സൗധ പരിസരത്തു നിന്നും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള വഴി. അതിനേക്കാൾ എല്ലാം പ്രധാനം സ്റ്റേഡിയത്തിനകത്തും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റുകൾക്ക് പുറത്തുമുള്ള വലിയ ഒരുക്കങ്ങൾ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റിന് പുറത്ത് 2 ഇടങ്ങളായിട്ടാണ് കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. 11 മരണങ്ങളിൽ കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് അവിടെയാണ്. അവിടെ വേണ്ട ജാഗ്രത പുലർത്താനുള്ള പോലീസ് സംവിധാനം 5000 പോലീസുകാരുണ്ടായിരുന്നു എന്നാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ക്ലെയിം ചെയ്യുന്നത്. ഇവിടെ ഉയരുന്ന പ്രധാന ഇപ്പം നോട്ടപ്പുള്ളിയായിരിക്കും സിദ്ധാരാമയ്യ അല്ല, മറിച്ച് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ്. അദ്ദേഹത്തിനെതിരെ ഉയരുന്നതൊരു രാഷ്ട്രീയ ആരോപണമാണ്. എനിക്കിങ്ങനെ ഒരു ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് യോജിപ്പുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് DK ശിവകുമാറിൻ്റെ രാഷ്ട്രീയം എന്ത് തന്നെയായിരുന്നാലും ശരി, രാഷ്ട്രീയമായി അദ്ദേഹത്തെ ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ല. പക്ഷേ അദ്ദേഹം
ക്രമസമാധാനത്തിന് ചുമതലയുള്ള മന്ത്രി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ല? അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസ്റ്റീജിൻ്റെ വിഷയമായി അദ്ദേഹം അത് എടുത്തു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. പോലീസിനെ കുറ്റപ്പെടുത്തിയില്ല അദ്ദേഹം. 5000-ഓളം പോലീസുകാരുണ്ട് എന്ന് പറയുന്നു, വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഒക്കെ ആവർത്തിക്കുകയാണ് അദ്ദേഹം. അല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരൻ. BJP യെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി എന്തുകൊണ്ട് ഇതൊരു വിഷയമാകുന്നു എന്നത് അറിയാൻ പാഴുൾപ്പെടെ വരെ പോകേണ്ട കാര്യമില്ല. കർണാടകത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പേടിക്കുന്ന ഏക മുഖം അത് ജനകീയനായ വലിയ രീതിയിൽ ക്രൗഡ് പുള്ളർ കൂടിയായ DK ശിവകുമാർ തന്നെയാണ്. DK ശിവകുമാറിനുള്ള ഹോൾഡ്, പ്രത്യേകിച്ച് ഒക്കലിംഗ സമുദായത്തിൻ്റെയൊക്കെ പിൻബലം, അപ്പം ജനതാദളിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദക്ഷിണ കർണാടക മേഖലയിൽ വലിയ തോതിൽ സീറ്റുകൾ കോൺഗ്രസിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ DK ശിവകുമാറിൻ്റെ തന്ത്രപരമായ മികവുണ്ട്. DKയെ പല രീതിയിൽ പെടുത്താൻ, മുൻകാലങ്ങളിൽ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ പെടുത്താൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വിവിധങ്ങളായ അന്വേഷണങ്ങൾ DKക്കെതിരെ നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം പിടിച്ചു നിന്നു. പക്ഷേ DKയുടെ അഖിലധീലായി മാറുമോ ഇത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. നോക്കൂ, മുൻകാലങ്ങളിൽ മധ്യപ്രദേശിൽ BJP ഭരിച്ചിരുന്ന സമയത്ത് സാരി വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയൊരു സ്റ്റാമ്പേഡ്, അവിടെ BJPക്ക് വർഷങ്ങളോളം ഭരണം നഷ്ടപ്പെടാൻ ഇടയായതുപോലും അങ്ങനെയുള്ളൊരു സ്റ്റാമ്പീഡാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സ്റ്റാമ്പീഡുകൾ ചിലപ്പോൾ വലിയ രീതിയിലുള്ള ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പതനത്തിന് കാരണമായ ചരിത്രപരമായ സംഭവങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ നിർബന്ധിതരാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ